എന്താണ് നമ്മുടെ മെഗാസ്റ്റാറിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സോഷ്യൽ മീഡിയ വാർത്തകൾ പലതരത്തിൽ വരുന്നുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന് പോലെയുള്ള വാർത്തകൾ വരുമ്പോൾ എന്താണ് സത്യാവസ്ഥ എന്നുള്ള വാർത്തകൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മലയാളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ കൊണ്ട് തന്നെ ഞെട്ടിച്ച് 74-ാം വയസ്സിലും പ്രേക്ഷകരുടെ പ്രിയ നടനായിട്ട് മാറിയ ആക്ടറാണ് നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി. അടുത്ത കാലത്ത് മമ്മൂട്ടിയുടേതായിട്ട് പുറത്തിറങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്നും വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നു. റോഷാക്ക്, പ്രമേയുഗം, കാതൽ തുടങ്ങി ഈ വർഷം അവസാനം ഇറങ്ങിയ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് വരെ എല്ലാ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളും ഗംഭീര അഭിപ്രായം നേടിയ ചിത്രങ്ങളുമായിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തിനെ സംബന്ധിക്കുന്ന ഓരോ വാർത്തകളും സോഷ്യൽ മീഡിയ വലിയ ചർച്ചകളായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ താരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം ഏറെ പ്രതീക്ഷകളാണ്. മഹേഷ് നാരായണ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലാണ് താരം ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള ചില ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. റമദാൻ കാലം കൂടി ആയതിനാൽ ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈ താമസിച്ചു വരികയാണ്. ഇതിനിടെയാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയത്. ട്വിറ്ററിലും മറ്റുമായി ചില ട്വീറ്റുകൾ ചൂണ്ടിക്കാട്ടിയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നമെന്ന പ്രചരണം ശക്തമായത്. നടനുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായണ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് വരുൺ എന്നയാൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുപറ്റി മമ്മൂട്ടിക്ക് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചതായി ഇയാൾ മറുപടി നൽകി. ഇതുകൂടാതെ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സൈബർ ഇടങ്ങളിൽ പലതരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. താരത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നിങ്ങനെ പലവിധത്തിലാണ് പ്രചരണം വന്നത്. ഇതോടെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച മറുനാടന് മമ്മൂട്ടിക്ക് നേരിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായി മമ്മൂട്ടി ഇടയ്ക്ക് ഛർദ്ദിക്കുന്ന അവസ്ഥ വന്നു. ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോൾ കുടൽ ക്യാൻസറിന്റെ നേരിയ തുടക്കമെന്നാണ് ഡയഗ്നോസ് റിപ്പോർട്ട് വന്നത്. എന്നാൽ ഇത് അത്ര ഗൗരവമുള്ളതല്ലെന്നും നിസ്സാര പ്രശ്നമാണെന്നും അറിയാൻ മമ്മൂട്ടിയുടെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത്. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പരിശോധനകൾക്ക് വിധേയനായ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിൽ വീട്ടിൽ വിശ്രമത്തിലാണ്. ബാപ്പച്ചിയുടെ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് റദ്ദാക്കി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. തുടർ ചികിത്സ ആവശ്യഘട്ടത്തിൽ നടത്താനാണ് തീരുമാനം. റമദാൻ കാലം കഴിഞ്ഞതിന് ശേഷം അധികം താമസിക്കാതെ തന്നെ മമ്മൂട്ടി സിനിമയിൽ സജീവമാവും. റേഡിയേഷൻ ചികിത്സ നടത്തി പരിഹരിക്കാവുന്ന നേരിയ അവസ്ഥയാണ് താരത്തിനുള്ളതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് താരം പൂർണ്ണ ആരോഗ്യവാനായിട്ട് എത്തുന്നത് കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. എന്തൊക്കെയാണ് മമ്മൂക്കയുടേതായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ ലൈനപ്പിലുണ്ട്. എല്ലാ ചിത്രങ്ങളും വിജയമായിട്ട് മമ്മൂക്കയെ നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. അടുത്തായിട്ട് മമ്മൂക്കയുടേതായിട്ട് റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രം ബസൂക്കയാണ്. ഏപ്രിൽ 10-നാണ് ചിത്രം തിയേറ്ററിലെത്താൻ പോകുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിനെ പറ്റിയുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ മമ്മൂക്കയുടെ തന്നെ എന്തെങ്കിലും ഒഫീഷ്യൽ അപ്ഡേറ്റുകളിന് വേണ്ടി പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യവാനായിട്ട് മമ്മൂട്ടി വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നിങ്ങൾ ആരൊക്കെയാണ് മമ്മൂട്ടി ആരാധകരെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ